ഡോക്ടറെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ബെന്നിക്ക് ഗുളിക കഴിക്കാൻ ഭയങ്കര മടി. ഞാനും ആ കമ്പൗണ്ടർ കൂടെ ഓടിപ്പിടിച്ച് കെട്ടി ഒരു വിധത്തിലാണ് അയാളെ ഗുളിക കഴിപ്പിക്കുന്നത്. ആണോ? എന്റെ സിസ്റ്ററെ, ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ രോഗികളോടൊക്കെ ഒരു മയത്തിൽ പെരുമാറണമെന്ന്. മയത്തിൽ നിന്നാലേ അവര് നമ്മുടെ തലക്കേറി തുള്ളുന്ന ഞാൻ പറയാൻ വന്ന തുള്ളും. ഓ, ഞാൻ പെട്ടെന്ന് വേറെ ഏതോ വിചാരിച്ചു പോയി. അത് പോട്ടെ. മനസ്സിന് സുഖമില്ലാത്ത രോഗികളാണ്. അവരോട് ബിഹേവ് ചെയ്യുമ്പോൾ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. സിസ്റ്റർക്ക് സംഭവം മനസ്സിലായോ? ഡോക്ടർക്ക് ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഞാനല്ലേ കിടന്ന് കഷ്ടപ്പെടുന്നത്. സിസ്റ്റർക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ബെന്നിയെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ചാ പോരെ? മതി, ഞാൻ കഴിപ്പിച്ച് കാണിച്ചുതരാം. ഇതിനൊക്കെ ഓരോ നാക്കുണ്ട്. ഫോളോ മീ. കാണാം. ബെന്നി എവിടെ? ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടറെ. പിന്നെ എവിടെ പോയി? എന്റെ സിസ്റ്ററെ, എനിക്കൊക്കെ സംഭവിച്ചാലും ഞാൻ സഹിക്കും. എന്റെ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ സഹിക്കില്ല. മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. ഡോക്ടറെ കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്. ഇവന്മാരോടൊന്നും മയത്തിൽ പെരുമാറിയിട്ട് ഒരു കാര്യമില്ല. സിസ്റ്റർ പ്ലീസ്, കൂൾ കൂൾ കൂൾ. ബെന്നി ഇവിടെ വാ. വാ ബെന്നി, വാ വാ ഇവിടെ. നമുക്ക് മരുന്ന് കഴിക്കാം. കഴിക്കും ബെന്നി, അസുഖം മാറാനല്ലേ. സിസ്റ്റർ ആ ഗുളിക അങ്ങെടുത്തേ. വായവർക്ക് അത് കടിച്ചു കടിച്ചു തിന്ന് കഴിക്ക്. കണ്ടോ സിസ്റ്ററെ, ഇങ്ങനെ വേണം ഈ രോഗികളോടൊക്കെ ബിഹേവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ അനുസരിക്കത്തില്ല. ഞാൻ കൊടുത്തപ്പോ തന്നെ ബെന്നി ഗുളിക കഴിച്ചതാണ്ടോ. എന്താ സിസ്റ്റർ വിചാരിക്കുന്നത്? എന്റെ കഴിവ് കണ്ടിട്ടാണോ? ഡോക്ടർ അങ്ങോട്ട് നോക്കിക്കേ. കണ്ടോ ഡോക്ടറെ, ഇതുള്ള ഞാൻ പറഞ്ഞത്. ഇവന്മാരോടൊന്നും മാറ്റി പെരുമാറിയിട്ട് ഒരു കാര്യമില്ലാന്ന്. ഇവനെ കൊണ്ട് ഗുളിക കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സിസ്റ്റർ വേണ്ട, ഡോക്ടർ ഇങ്ങോട്ട് മാറിക്ക്. അവിടെ നിന്നോണം. തലയ്ക്ക് സുഖമില്ലാത്ത അയ്യോ അമ്മ, അമ്മ രക്ഷിക്കമ്മ, ഈ കശ്മളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കമ്മ. പൊടി തളച്ച്. എന്താ സിസ്റ്റർ ഇത്? അമ്മ ഇതിലൊന്നും ഇടപെടരുതേ. ഇവന് കുറച്ച് വേഷം കെട്ട് കൂടുതലാ. ഗുളിക കഴിക്കാൻ മടി. ഇന്നത്തോടെ നിന്നെ മടി ഞാൻ മാറ്റും. വേണ്ടി സിസ്റ്റർ ആ ഗുളിക ഇങ്ങനെ ഞാൻ അവന് കൊടുത്തോളാം. ആഹാ, അമ്മ ഗുളിക എടുത്തവ പെട്ടെന്ന് പിന്നെ ഗുളിക കഴിച്ചല്ലോ. ഗുഡ് ബോയ്. വേണ്ട, അവൻ എന്റെ മോനല്ലേ, അല്ലേടാ? എനിക്കൊന്നും അമ്മ ഗുളിക മുടി. അത് കൊല്ല. അമ്മയുടെ അസുഖം മാറി. അമ്മ നാളെ പോവും. അല്ല, അമ്മ പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അമ്മ പോവാനോ? അമ്മ എങ്ങനെ പോണോ? ഇല്ല, അമ്മ എങ്ങനെ വരില്ല. ഉണ്ടാണ്ടിരുന്നു. അമ്മ വാ, നമുക്ക് അമ്മ നമുക്ക് റോസാപ്പ് വിരിയണ കാണാൻ പോവാ. സിസ്റ്ററെ, അമ്മയുടെ ഫാമിലിനെയൊക്കെ ഇൻഫോം ചെയ്തില്ലേ? മോനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു 12 മണിയാകുമ്പോ എത്തും അമ്മയെ കൊണ്ടുപോവാൻ. സത്യത്തിൽ ഇവിടുത്തെ എല്ലാ രോഗികളും പെട്ടെന്ന് അസുഖം മാറി പോണെന്നാ എൻ്റെ ആഗ്രഹം. പക്ഷെ ചിലവര് മനസ്സിന്റെ അത്ര അടുത്ത് നിൽക്കുന്നുണ്ട്. പോകുന്നു കേൾക്കുമ്പോൾ ഒരു സങ്കടം. അമ്മയുടെ കാര്യത്തിൽ ആ സങ്കടം എനിക്കും ഉണ്ട് ഡോക്ടറെ. എന്നാ പിന്നെ വാ സിസ്റ്ററെ, നമുക്ക് റോസാപ്പൂ വിരിഞ്ഞൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഫോളോ മീ. ബാഗൊക്കെ ഇത്ര പെട്ടെന്ന് പാക്ക് ചെയ്തോ? ഓ, അരവിന്ദ് വന്ന ഉടനെ അങ്ങ് പോവാലോ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പണ്ടേ ഇഷ്ടമല്ല. പിന്നെ കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. വേഗം പോയിട്ട് വേഗം വീട്ടിൽ വരാലോ. അമ്മ ഇവിടെ വെയിറ്റ് ചെയ്തോട്ടോ, അരവിന്ദ് വേഗം വരും. അമ്മ പോകുന്നതിൽ ഇവിടുത്തെ എല്ലാവർക്കും സങ്കടം ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും കാണാൻ വരാം.
അരവിന്ദ്, വരൂ, ഇരിക്കും. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇത് തന്നെ ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയെ കൊണ്ടുപോകാമെന്നപ്പോഴും പറഞ്ഞ, എന്നിട്ട് 3 മാസം പോലും തികയാതെ അമ്മയെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരേണ്ടി വന്നില്ലേ? ഹേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ അസുഖം പരിപൂർണമായി മാറി. ഡോക്ടറിന് അങ്ങനെയൊക്കെ പറയാം. അമ്മയ്ക്ക് മാനസിക അസുഖമാണ് ഞാൻ വയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ ഡോക്ടർക്ക് മനസ്സിലാവില്ല. അല്ല അരവിന്ദ്, എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് 2 മക്കളുള്ളതാണ് ഡോക്ടർ. അച്ഛമ്മക്ക് ഭ്രാന്താണെന്ന് പുറലോകം പറഞ്ഞാൽ എന്റെ മക്കളുടെ ഫ്യൂച്ചർ എന്താ ചെയ്യും? പോട്ടെ, സൊസൈറ്റിയിലെ മുന്നിൽ എനിക്കുള്ള നിലയും പറയുമ്പോ. അല്ല അരവിന്ദ്, എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മക്ക് രോഗം ഇനി എത്ര മാറിയെന്ന് പറഞ്ഞാലും അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഭാര്യയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സോ അമ്മ ഇവിടെ തന്നെ നിർത്താനാണ് ഞങ്ങളുടെ തീരുമാനം. എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാ ഡോക്ടറിന്റെ അക്കൗണ്ടിൽ എത്തിക്കോളും. ആ പാവം അമ്മ രാവിലെ മുതൽ നിങ്ങളെ കാത്തിരിക്കുക അരവിന്ദ്. ഡോക്ടർ, ഞാൻ ലൈഫിനെ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് എന്റെ മക്കളുടെ ഫ്യൂച്ചർ ആണ് വലുത്. അല്ല, അത് നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ അരവിന്ദ്? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാനും പറയാനൊക്കെ പറ്റണു? ഐ സേ യു ഡോക്ടർ, എനിക്ക് എന്റെ മക്കളുടെ ഫ്യൂച്ചർ ആണ് വലുത്. എണീക്കടോ, എണീക്കാൻ. എടോ, തന്റെ പണം കൊണ്ട് വില കൂടിയ കാറും കൊട്ടാരവും ഒക്കെ വാങ്ങാൻ പറ്റും, പക്ഷെ ഒന്ന് മാത്രം വാങ്ങാൻ പറ്റില്ല. അതാണ് സ്നേഹം. അത് തന്റെ ലൈഫിൽ താൻ തിരിച്ചറിയുമ്പോ താൻ ഇങ്ങോട്ട് വരും തന്റെ അമ്മയെ കാണാൻ. അന്ന് അമ്മയുടെ നിഴല് പോലും ഞാൻ തന്നെ കാണിക്കത്തില്ല. കാരണം ഇന്നു മുതൽ അത് എന്റെ അമ്മയാ. മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് പകരം തന്നതാ എനിക്ക് ലക്ഷ്മി അമ്മ. ആ അമ്മനെ ഞാൻ പൊന്നു പോലെ നോക്കൂടോ. എനിക്ക് തന്റെ ചില്ലിക്കാശും വേണ്ട. ഡോക്ടർ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ. ഗെറ്റ് ഔട്ട്, ഐ സേ ഗെറ്റ് ഔട്ട്. ഡോക്ടർ അങ്ങോട്ട് വരണം. എന്താ? ലക്ഷ്മി അമ്മക്ക് അസുഖം കൂടി. വാട്ട്? ഇപ്പൊ ഡോക്ടറിനെ പറഞ്ഞിട്ട് ഞാൻ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ എങ്ങനെ ഇരുന്നേ? അല്ല അരവിന്ദ്, ഡോക്ടറിനെ ഒന്നും പറയണ്ട. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോവില്ല. എത്ര ക്യാഷ് എന്ന് വെച്ചാൽ കളക്ടർ ഡോക്ടറിനെ അക്കൗണ്ടിൽ എത്തിക്കോളും. ബൈ. നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തു നോക്കൂ. അവൻ പോയോ? അമ്മ എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത ഭ്രാന്ത് അഭിനയിച്ച് കാണിക്കുന്നേ? സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയതിന് എന്റെ ഒരു കുറ്റബോധം തോന്നായിരിക്കാനാ. ഭ്രാന്തിയായ അമ്മയോട് ഉപേക്ഷിച്ചെന്ന് ഓർക്കുമ്പോ അവന് സമാധാനം ആവുമല്ലോ. അമ്മ, ഞാൻ അമ്മേനെ ഒറ്റക്കാക്കില്ല. അമ്മനെ പൊന്നുപോലെ നോക്കിക്കോളാം. എന്റെ അമ്മയാകാവോ? മോനെ!